ഞാൻ നെഗറ്റീവ് തമ്പലിനിട്ട് വീഡിയോ ഇടും. അത് കുഴപ്പമൊന്നുമില്ല. കാരണം അവിടെ ഞാൻ നെഗറ്റീവുകൾക്ക് ആൾക്കാർക്ക് എപ്പോഴും കണ്ടിരിക്കാൻ ഒരു ഇതാണത്. ഇവനെ പണിക്ക് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, വേറെത്തിന്റെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ ഞാൻ ഇതൊരു തമ്മിൽ ഉണ്ടായിരുന്നു, പൊന്നൂസിന്റെ അവിഹിതം എന്ന് പറഞ്ഞത്. അത് കുറച്ച് ഓവറായി എനിക്ക് തോന്നിയിരുന്നു. അത് അല്ല, നമ്മള് ഒരു ഹസ്ബൻഡ് ആവുമ്പോ അത് ഒരിക്കലും നമ്മൾ ആരും ഇത് എക്സ്പെക്ട് ചെയ്യുന്നു. മല്ലു ഫാമിലിയാണ് വിഷയം. ഞാൻ ശരിക്കും പറഞ്ഞ മല്ലു ഫാമിലിനെ നന്നായിട്ട് മിസ് ചെയ്തു. കാര്യം ഒരു ടൈമിനകത്ത് മല്ലു ഫാമിലി ഇടുന്ന ഓരോ തംബ്നെയിലുകളും നമ്മളെ എക്സൈറ്റ് ചെയ്യിപ്പിച്ച ഒരു ഇതുണ്ട്. അതായത് ഏതൊരു മെഗാ സീരിയൽ പോലും ഇത്രയും നമ്മൾ എക്സൈറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ടാവില്ല. അതെ, ഓരോ കുടുംബ പ്രേക്ഷകർക്കും മെഗാ സീരിയലൊക്കെ മാറ്റി വെച്ചിട്ട് കാണാൻ പറ്റി. എന്തുകൊണ്ടും നല്ലൊരു ഷോ ആയിരുന്നു നമ്മുടെ പൊന്നൂസിനെ കാണാനില്ല എന്ന് പറഞ്ഞ ആ ഒരു സീസൺ തന്നെ, ആ ഒരു സീസൺ അല്ലെങ്കിൽ ആ ഒരു സാഗ തന്നെ. അപ്പൊ അത് ഞാൻ എനിക്ക് നന്നായിട്ട് മിസ് ചെയ്തായിരുന്നു കുറെ നാൾ. വേറെ ഈ പൊന്നൂസ് വന്നു കഴിഞ്ഞിട്ട് പിന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും വന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് നന്നായിട്ട് മിസ് ചെയ്താണ്. അപ്പൊ ഇപ്പൊ നമ്മുടെ മല്ലു ഫാമിലിനകത്ത് പൊന്നൂസും സുജിനും കൂടെ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഇന്റർവ്യൂവിനകത്ത് ഇവർ ഇതിനെ പറ്റി എന്തുകൊണ്ടാണ് ഇങ്ങനെ തംബ്നെയിൽ കൊടുക്കാൻ കാര്യം, അതുകൊണ്ട് ഇനി ഇങ്ങനെ ഉണ്ടാവുമോ എന്നൊക്കെയുള്ള കുറെ കാര്യങ്ങൾ അവർ അതിനകത്ത് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ആ ഇന്റർവ്യൂവിലെ കുറച്ച് പോർഷൻ ഒന്ന് കണ്ടുപോകാം, എന്നിട്ട് നമുക്ക് അതിനെ പറ്റി പറയാം. അപ്പൊ ഞാൻ ഡയറക്റ്റ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് വരാം. അതായത് ശരിക്കും ഈ ഒരു ഫെയിമിനും പൈസയ്ക്കും വേണ്ടിയിട്ടാണോ നിങ്ങൾ അതുകൊണ്ട് തന്നെയല്ലേ നിങ്ങൾ ഇങ്ങനത്തെ കണ്ടന്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? ശരിക്കും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പ്രശ്നങ്ങൾ തുടങ്ങിയപ്പോ തന്നെ അത് നമ്മൾ വീഡിയോസ് കാണിച്ചിരുന്നില്ല. ശരിക്കും ഇവിടെ വീട്ടിൽ തന്നെ ആയിരുന്നു. വീട്ടിൽ ശരിക്കും പറയാൻ കാരണം എന്റെ പെങ്ങള് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ പെങ്ങള് വീട്ടിൽ വന്ന സമയത്താണ് ചെറിയൊരു പ്രശ്നം ഉണ്ടായിട്ട് ഇവിടെ ഞാൻ അടിപൊളി പോലെ ഉണ്ടായിട്ട് പ്രശ്നം ഉണ്ടായത്. പക്ഷെ അപ്പൊ ചേച്ചി അവിടെ വീട്ടിൽ വന്നു എന്നുള്ളതൊരു അതിനെ ചൊല്ലിയിട്ട് സമസ്യം തുടങ്ങി. എന്ത് നാത്തും പോരാണ്. ഞാൻ ഇവള് പോയതിനെ പറ്റി ഞാൻ വീഡിയോസിനെ പറ്റി ഒന്നും ചെയ്തിരുന്നില്ല. പക്ഷെ ആൾക്കാർ ഭയങ്കരമായിട്ട് ഇതിനെപ്പറ്റി ചോദിക്കാൻ തുടങ്ങി. അപ്പൊ ഞാനൊരു വീഡിയോസ് ഇട്ടു. അപ്പൊ അതിന് ടൈറ്റിൽ കൊടുത്തത് ഇങ്ങനെ പൊന്നൂസ് എവിടെയെന്ന് ചോദിച്ചിട്ട് ഞാനൊരു മറ്റേ ക്യാപ്ഷൻ ഇട്ടിട്ട് ഞാനൊരു വീഡിയോ ഇട്ടു. ആ വീഡിയോസിന് ഒടുക്കത്തെ വ്യൂസ് ആയിരുന്നു വീഡിയോസിന്. അപ്പൊ എനിക്കൊരു ഇത് കിട്ടി. കാരണം നെഗറ്റീവുകൾക്ക് ആൾക്കാർക്ക് എപ്പോഴും കണ്ടിരിക്കാൻ ഒരു ഇതാണത്. പിറ്റേ ദിവസം ഞാനൊരു നെഗറ്റീവ് തമ്പലിന് കൊടുത്തിട്ട് ഞാൻ എന്നെ വെറുതെ ഇരുന്നിട്ട് ഇങ്ങനെ വർത്തമാനം പറയുന്ന ഒരു വീഡിയോ ഇട്ടു. നമ്മൾ പറയൂലേ, ഈ സമൂഹമാണ് എന്നെ ഒരു വില്ലനാക്കണേ എന്നൊക്കെ ഉള്ള രീതിക്ക് പറയൂലേ, അതേപോലത്തെ ഒരു കാര്യമാണ് ഇപ്പൊ സുജിനോട് പറഞ്ഞത്. അതായത് ഇവര് തമ്മിൽ ശരിക്കും ഒരു പ്രശ്നം ഉണ്ടായെന്ന് എനിക്ക് അത് തോന്നുന്നുണ്ട്. ഇവര് തമ്മിൽ അങ്ങനെ ഒരു പ്രശ്നം ഇല്ലാത്ത ഒരു രീതിക്കല്ല എനിക്ക് തോന്നുന്നത്. ഇവര് തമ്മിൽ എന്തോ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. പക്ഷെ ആ ഒരു പ്രശ്നത്തിന് തന്നെ ഇവർ എലാബറേറ്റ് ചെയ്ത് ഭയങ്കര എന്തോ ഒരു രീതിക്ക് നാട്ടുകാരെ കാട്ടുന്നു. അതാണ് എനിക്ക് തോന്നിയേക്കണത്. അല്ലാതെ അവർ തമ്മിലൊരു പ്രശ്നം ഇല്ല എന്നൊന്നും എനിക്ക് ആ വീഡിയോ കണ്ടിട്ട് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടില്ല. എന്തോ ചെറിയൊരു പ്രശ്നമുണ്ട്. പക്ഷെ അതിൽ നിന്ന് അവർ വലിയൊരു സ്റ്റോറി ഉണ്ടാക്കി അതിനകത്ത് നല്ല വ്യൂവർഷിപ്പും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അവർ കണ്ടിന്യൂ ചെയ്തിട്ട് പോണ് എന്നാണ് എനിക്ക് തോന്നിയേക്കണം ആ ഒരു സാധനം കാണുമ്പോഴത്തേക്കും. പിന്നെ അപ്പോൾ സുജിന് ഇതിനകത്ത് പറയുന്നുണ്ട് ഇവർ തമ്മിൽ ആദ്യം ഒരു പ്രശ്നം ഉണ്ടായപ്പോഴത്തേക്കും ഇവരിങ്ങനെ ഒരു ചെറുതായിട്ടൊന്ന് പിരിഞ്ഞ പോലെ നിൽക്കണമായിരുന്നു. അപ്പോൾ പിരിഞ്ഞെന്ന് പറഞ്ഞാൽ ഇൻ ദ സെൻസ് അവർ വീട്ടിൽ പോയി നിൽക്കുന്ന ഒരു രീതിക്ക് അങ്ങനത്തെ ഒരു പിരിയൽ പോലെ ഉണ്ടായപ്പോഴത്തേക്കും ഒബ്വിയസ്ലി നാട്ടുകാർ ചോദിക്കും. കാര്യം ഡെയിലി ഇവരിങ്ങനെ കണ്ടിരിക്കുന്നുണ്ട് എല്ലാവരും. അപ്പോൾ പെട്ടെന്ന് ഒരാളെ ഡെയിലി കണ്ടിരിക്കുന്ന ഒരാളെ പെട്ടെന്ന് കാണാനാകുമ്പോഴത്തേക്കും ആൾക്കാരെന്തായാലും ചോദിക്കും അവരെവിടെ പോയി, നിങ്ങളുടെ ഭാര്യ എവിടെ പോയി, പൊന്നൂസ് എവിടെ പോയി എന്ന് ഉറപ്പായിട്ട് അവർ ചോദിക്കും. കാരണം പൊന്നൂസും കൂടെ ഉൾപ്പെടുന്നതാണ് ആ ചാനൽ ഇവരെല്ലാവരും കൂടെ ഉൾപ്പെടുന്ന ഒരു ചാനലായതുകൊണ്ട് പൊന്നൂസ് കാണാണ്ടായപ്പോൾ അവർ ചോദിച്ചു. അപ്പോൾ ചോദിച്ചപ്പോഴത്തേക്കും അതിനൊരു മറുപടി എന്ന രീതിക്കാണ് ഫസ്റ്റ് ഈ നമ്മുടെ സുജിൻ ഈ ഒരു വീഡിയോൻ്റെ പരിപാടി തുടങ്ങിയത്, ഈ ഒരു സാഗ തുടങ്ങിയത്. അതായത് ഈ സീരിയലിൻ്റെ മെഗാ സീരിയലിൻ്റെ ഒരു തുടക്കം അങ്ങനെയായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് പുള്ളി ആദ്യത്തെ ആ ഒരു തംബ്നെയിലിട്ട് പൊന്നൂസ് എവിടെ എന്ന് ചോദിച്ചിട്ട് ആദ്യത്തെ ആ തംബ്നെയിലിട്ടിട്ട് പിന്നെ ആ ഒരു വീഡിയോ ഇട്ടപ്പോഴത്തേക്കും പുള്ളി പറയാനായിട്ടില്ലേ ഒരുപാട് വ്യൂസ്. അതായത് ഇങ്ങനെ നെഗറ്റീവായിട്ട് തംബ്നെയിൽ വരുമ്പോഴത്തേക്കും അതിന് ഉറപ്പായിട്ടും ഭയങ്കര വ്യൂസ് വരുന്നത് ഒരുപാട് മഞ്ഞ ചാനലുകൾ തെളിയിച്ചൊരു കാര്യമാണ്. അതാണ് ഇവിടെ സുജിൻ ട്രൈ ചെയ്തത്. പക്ഷേ സുജിൻ ആദ്യം ട്രൈ ചെയ്തപ്പോൾ അങ്ങനത്തെ വലിയ എക്സ്പെക്ടേഷനിലല്ല ട്രൈ ചെയ്തത്. പുള്ളി അങ്ങനെ ആക്സിഡൻ്റലി അതിനകത്തേക്ക് വന്ന് പിന്നെ അതിനകത്ത് വ്യൂസ് കയറിയപ്പോഴത്തേക്കും പുള്ളിക്കും ഒരു ചിന്ത വന്നു. അതായത് ഇങ്ങനെ നെഗറ്റീവ് തംബ്നെയിൽസ് ഇട്ട് കഴിഞ്ഞാൽ വ്യൂസ് കയറും. പക്ഷേ എന്നും പറഞ്ഞ് എന്തൊക്കെയാണ് പുള്ളി ഇട്ട് കൂട്ടിയത്. അത് കഴിഞ്ഞിട്ട് ആദ്യം പൊന്നൂസ് എവിടെയെന്ന് പറഞ്ഞ് ഇട്ട് ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെന്തോന്നാ പൊന്നൂസിനെ കാണാതെ കരഞ്ഞു കുട്ടികൾ, അതേപോലെ പൊന്നൂസ് എവിടെ, അത് ഞങ്ങൾ ഡിവോഴ്സ് ആവുമോ, അതേപോലെ പൊന്നൂസിന് അവിഹിതം, അതൊക്കെയാണ് എക്സ്ട്രീം സാധനമായിട്ട് തോന്നിക്കുന്നത്. ഈ അവിഹിതം അതൊക്കെ സ്വന്തം ഭാര്യനെ പറ്റി അതൊരു കോമൺ സെൻസിൻ്റെ ഒരു ശതമാനമെങ്കിലും ഉണ്ടെങ്കിൽ ഒരു സ്വന്തം ഭാര്യനെ പറ്റി ആരെങ്കിലുമൊക്കെ അങ്ങനെ ഇടൂ. അത് അവിഹിതം അതേപോലെയുള്ള സെറ്റപ്പൊക്കെ അതും വെറുതെ വ്യൂസിന് വേണ്ടി. അത് ഇനിയിപ്പോൾ ഈ വീഡിയോനകത്ത് തന്നെ പുള്ളിക്കാരൻ പറയണ്ട കേട്ടോ. അതായത് എന്തുകൊണ്ടാണ് അങ്ങനെ ഇട്ടതെന്നൊക്കെ പറയണ്ടത്. അത് നമുക്ക് കാണുമ്പോൾ റിയാക്ട് ചെയ്യാം അതിനെപ്പറ്റി. അപ്പോൾ നമുക്ക് അത് കാണാം. ബാക്കി
ഇതൊരു തമ്മിൽ ഉണ്ടായിരുന്നു പൊന്നൂസിന്റെ അവിഹിതം എന്ന് അത് പറഞ്ഞിട്ട്. കുറച്ച് ഓവറായി എനിക്ക് തോന്നിയിരുന്നു. അത് അല്ല, നമ്മള് ഒരു ഹസ്ബൻഡ് ആവുമ്പോ അത് ഒരിക്കലും നമ്മൾ ആരും ഇത് എക്സ്പെക്ട് ചെയ്യുന്നില്ല, ഒരാള് സ്വന്തം ഭാര്യയെ പറ്റി പൊന്നൂസിന്റെ അവിഹിതം എന്ന് പറഞ്ഞിട്ട് ഒരു തമ്മിൽ ഇടുന്നുള്ളത്. എന്തുകൊണ്ട് അങ്ങനെ ഒരു തമ്മിൽ ഇട്ടു? ഓക്കെ, അതിപ്പോൾ അത് നല്ലൊരു ചോദ്യം തന്നെയായിരുന്നു ആ ആങ്കർ ചോദിച്ചത്. കാര്യം അത് ഡയറക്റ്റ് ആയിട്ട് മുഖത്ത് നോക്കി അവരുടെ അടുത്ത് ചോദിച്ചു. ഇതിനകത്ത് എനിക്ക് ഇന്റർവ്യൂവിനകത്ത് ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ആങ്കർ അത്യാവശ്യം അവരോട് എല്ലാം മുഖത്ത് നോക്കിയായിട്ട് ചോദിക്കുന്നുണ്ട്. അല്ലാണ്ട് ഇപ്പോൾ വേറൊരു ഇന്റർവ്യൂവിനകത്ത് നമ്മുടെ മറ്റേ ഇങ്ങനെ അവരിങ്ങനെ പൊക്കി പൊക്കി കൊടുക്കാണ്ട് അവരോട് ഡയറക്റ്റ് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അത് തന്നെ വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം ഇവിടെ എന്തുകൊണ്ട് പൊന്നൂസിന് ആവശ്യം എന്നുള്ള ആ ഒരു സാധനം ഇട്ട് ഇപ്പം ഈ ഒരു സാധനത്തിനകത്ത് ഈ സുജിൻ എന്ത് ന്യായീകരണം പറഞ്ഞാലും ഒരിക്കലും നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇപ്പൊ സുജിൻ തന്നെ പറയേണ്ടത് എനിക്ക് ഇച്ചിരി ഓവറായിട്ട് തോന്നിയെന്ന്. എന്നിട്ട് ഈ പറയണ സുജിന്റെ തന്നെ ഈ ഒരു മല്ലു ഫാമിലി എന്ന് പറഞ്ഞ അക്കൗണ്ട് നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ ഇപ്പോഴും ആ വീഡിയോന്റെ തമ്മിൽ അത് തന്നെയാണ് പൊന്നൂസിന്റെ അവിഹിതം. ഇവർക്ക് എന്താ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒന്നും അറിയില്ലാവോ? അതായത് വേറൊരു തമ്മിൽ മാറ്റി അത് ഇച്ചിരി ഓവറായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ വേറൊരു തമ്മിൽ ഇടാനായിട്ടുള്ള അങ്ങനത്തെ ഓപ്ഷനൊന്നും ഇത്രയും വ്യൂസും ഇത്രയും 1 മില്യൺ സബിന് മുകളിലുള്ള ആൾക്കാർക്ക് അതൊന്നും അറിയൂലേ എന്ന് എനിക്ക് എന്താണ് സുജിൻ അതുകൊണ്ട് ഉദ്ദേശിക്കണതെന്ന് എനിക്ക് മനസ്സിലായില്ല. പുള്ളി ഓവറായി എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് തോന്നണില്ല പുള്ളിക്ക് അങ്ങനെ അത്രയും മനസ്സിൽ തട്ടി പറഞ്ഞതാണോ എന്നൊന്നും എനിക്ക് തോന്നണില്ല. അത് നമുക്ക് ബാക്കി എന്തായാലും കണ്ടു നോക്കി ഇതിന് എന്താണ് മറുപടി പുള്ളി പറയണെന്നൊക്കെ അറിയാലോ. അത് പറയാം, ഞാനിടുന്ന എല്ലാ കമന്റ്സുകളും മറ്റേ ഈ തമ്പലീനുകളും കമന്റ്സുകളിൽ നിന്ന് എടുക്കുന്നതാണ്. മറ്റേ ഇതേപോലെ ഓരോ നെഗറ്റീവ് കമന്റ്സ് ആ കമന്റ്സ് കാണുമ്പോഴേ ചിലപ്പോൾ ഐഡിയ തോന്നുക അങ്ങനെ ഒരു വീഡിയോ ചെയ്യാം. അപ്പൊ അതിനെപ്പറ്റി വീഡിയോ ചെയ്യുമ്പോൾ ആ ഒരു കമന്റ്സ് എടുത്തിട്ട് ഞാൻ ടൈറ്റിലാക്കിയിട്ട് എന്റെ പൊന്നോ, അതൊരു വല്ലാത്ത ബുദ്ധി തന്നെ കേട്ടോ. ഞാൻ എവിടെയും ആരും ഇത്രയും ബുദ്ധി ഉപയോഗിച്ച് കാര്യങ്ങളൊക്കെ വന്ന് നീക്കണതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അതായത് കമന്റ്സ് എടുത്തിട്ട് പുള്ളി തംബ്നെയിലായിട്ട് ഇടുന്നു. അത് അങ്ങനെയാണെങ്കിൽ നിങ്ങളെ താഴെ എന്തൊക്കെ കമന്റ് വരും? അതായത് ഇപ്പോൾ ഒരു ഫാമിലി റിലേറ്റഡ് ആയിട്ട് നമ്മളൊരു സംഭവം കാണിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിനകത്തുള്ള പൊതുവെ സ്ത്രീകളെയൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോനകത്ത് കൊണ്ടുവരുമ്പോഴത്തേക്ക് അതിൻ്റെ അടിയിൽ ഉറപ്പായിട്ട് ഒരുമാതിരി കമന്റുകളൊക്കെ ഉണ്ടാവും. പുരുഷന്മാർക്ക് ഉണ്ടാവില്ല എന്നല്ല ഞാൻ പറയണം, പക്ഷെ എന്നാലും സ്ത്രീകൾക്ക് അളവിൽ കൂടുതലുണ്ടാവും. അപ്പോൾ ആ ഒരു രീതിക്ക് ഇഷ്ടംപോലെ വൃത്തികെട്ട കമന്റുകളൊക്കെ ഇതിൻ്റെ താഴെ വരും. അപ്പോൾ ഈ കമന്റുകളൊക്കെ നിങ്ങൾ എടുത്തിട്ട് കുറച്ച് കളയുമ്പോൾ ഇങ്ങനെ തമ്മിലായിട്ട് കൊടുക്കും. അതായത് ഈ കമന്റിന്റെ റിയാക്ഷൻ ആയിട്ട് കൊടുക്കണ അല്ല, ആ ഒരു പരിപാടിയല്ല ഞാൻ പറയണത്. നിങ്ങളുടെ തമ്മിലിൽ നിങ്ങൾ ക്യാപ്ഷനായിട്ട് കൊടുക്കും ഈ കമന്റുകൾ. എനിക്ക് അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കണേ. നിങ്ങളെ ഇപ്പോൾ പൊന്നൂസിനെ പറ്റിയാണെങ്കിലും അവരെയൊക്കെ പറ്റിയാണെങ്കിലൊക്കെ എഴുതണ ഓരോ വൃത്തികെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതി ഇതേപോലെ തമ്മിലായിട്ട് കൊടുക്കുമെന്ന് ആണ് പുള്ളി ഇൻഡയറക്റ്റ് ആയിട്ട് പറയണത്. കാര്യം എനിക്ക് വ്യൂസിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും എന്നുള്ളൊരു മൈൻഡിനകത്താണ് പുള്ളി ചെയ്യണമെന്ന് തോന്നുന്നത്. ഇപ്പം നിങ്ങൾ ആ ഒരു കമന്റ്, അതായത് വൃത്തിയുടെ കമന്റൊക്കെ എടുത്ത് നിങ്ങൾ തമ്മിൽ കൊടുത്താലും വ്യൂസ് കയറും. അതായത് ഇപ്പൊ ഈ അവിഹിതം എന്ന് പറഞ്ഞിട്ടേക്കാളും വ്യൂസ് കയറും എന്നും പറഞ്ഞ് അതൊക്കെ നിങ്ങൾ ചെയ്യുമോ എന്നാണ് എനിക്ക് അറിയേണ്ടത്. ഇപ്പൊ പുള്ളി അത് ചിലപ്പോൾ ചെയ്യുമായിരിക്കും. കാര്യം അവിഹിതം എന്ന് ഭാര്യനെ പറ്റി ഇട്ടാക്ക് പിന്നെ ഇതിടാനാണ് ആ പാട്. എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ ഏട്ടനോട് ഡയറക്റ്റ് ഞാൻ ചോദിച്ചൊന്നുമില്ല, കാരണം ഞങ്ങൾ കോൺടാക്ട് ഒന്നും ഉണ്ടായിരുന്നു. ഞാൻ ചേച്ചിനോട് ചോദിച്ചപ്പോൾ എല്ലാവർക്കും ഷോക്ക് തന്നെയായിരുന്നു അങ്ങനത്തെ ഒരു തമ്മിലേന്. കാരണം ഇത് ഇടുമ്പോഴാണ് നമ്മൾ തന്നെ എല്ലാവരും അറിയാം ഇങ്ങനെ തമ്മിലേന് വന്നതാണ്. അപ്പൊ എല്ലാവരും അവിടെ പ്രശ്നങ്ങൾ അതിന് ചൊല്ലിയിട്ടുണ്ടായിരുന്നാണ്. അപ്പം ഏട്ടൻ ഇങ്ങനെ അറിഞ്ഞത് എന്താണ് ഇങ്ങനെ കമന്റ്സ് വന്നതുകൊണ്ടും പിന്നെ ആ ഒരു കമന്റ്സ് വെച്ചിട്ട് പിന്നെ ആൾക്കാർ വേറെ ചാനൽസ് അത് വെച്ച് വീഡിയോ ഇടാൻ തുടങ്ങിയത്. പിന്നെ നമ്മൾ തന്നെ ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കാന്ന് വെച്ചിട്ടാണ് ഏട്ടൻ അത് നെഗറ്റീവായി തോന്നുന്നത്. പിന്നീട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഏട്ടൻ നെഗറ്റീവായിട്ട് തോന്നുന്നത് കാരണം ഏട്ടൻ അങ്ങനെ ഒന്നും ഇല്ല എന്നാണ് വീഡിയോയിൽ പറയുന്നത്. തംബ്ലൈൻ ആൾക്കാർ അങ്ങനെ കൊടുത്തത് ഏട്ടനെ തംബ്ലൈൻ ഇടാം. അപ്പൊ ഒരുപാട് പേര് വീഡിയോസ് ചെയ്തതുകൊണ്ടും ഒരുപാട് കമന്റ്സ് തന്നെ വന്നുകൊണ്ടും എല്ലാവർക്കും അത് ആ വീഡിയോ എത്തിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്, കാരണം അങ്ങനെ എടുത്ത് കാണുമ്പോൾ എല്ലാവരും എന്തായാലും ഒബ്വിയസ്ലി ചെക്ക് ചെയ്യുമല്ലോ. അപ്പൊ അങ്ങനെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇട്ടതെന്നാണ് എനിക്ക് എല്ലാവരും സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. കാരണം കുറേ ആ കമന്റ്സിൽ നിന്ന് കുറേ പേര് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു. പൊന്നൂസിന്റെ അവിഹിതം സുജിന്റെ വീട്ടിൽ നിന്ന് പിടിച്ചതുകൊണ്ട് സുജിനെ അങ്ങനെ ഇറക്കി വിട്ടു അങ്ങനത്തെ വീഡിയോസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഏട്ടന് ആ ഒരു കമന്റ് പിടിച്ച് കംപ്ലൈന്റ് ആയിട്ട് ഇട്ടത് വീഡിയോയിൽ പറയുന്നത് അങ്ങനെയൊന്നും ഇല്ല, നിങ്ങൾ അങ്ങനെ പറയുന്നത് പോലെ ഒന്നും അല്ല എന്നാണ്. വളരെ നല്ലൊരു എക്സ്പ്ലനേഷൻ ആയിരുന്നു കേട്ടോ പൊന്നൂസ് അതിന്റെ പേര് കൊടുത്തത്. ഇപ്പൊ ഈ ഒരു ഇതിനകത്ത് ചിലർ ചിലപ്പോൾ പറയും പൊന്നൂസിന്റെ പ്രശ്നമില്ലല്ല പിന്നെ ആർക്കാ പ്രശ്നമെന്ന് ചോദിക്കും. പൊന്നൂസിന്റെ പ്രശ്നം അല്ല ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ വിഷയം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സ്വന്തം ഭാര്യനെ പറ്റി അങ്ങനെ ഒരു തമ്മിൽ അവിടെ ഇട്ടതാണ് വിഷയം. അപ്പൊ ഇവിടെ പൊന്നൂസ് പറയുന്നുണ്ട്, അതായത് ഇത് ആദ്യം പൊന്നൂസിന് കണ്ടപ്പോഴത്തേക്കും ഒരു വിഷയമായിട്ട് തോന്നി. അതായത് അയ്യോ ഇതൊന്നും ഇങ്ങനെ ഇട്ടെന്നുള്ള ഫീല് വന്നു. പിന്നെ ചോദിച്ചപ്പോഴത്തേക്കാണ് പറയണത്, അതായത് ഇതേപോലെ തന്നെ കുറെ ചാനലുകൾ ഇങ്ങനെ പൊന്നൂസിന് അവിഹിതം എന്നുള്ള രീതിക്കൊക്കെ തമ്മിലും ക്യാപ്ഷനൊക്കെ ഇട്ട് അതിനകത്ത് പറയാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അതിനൊരു ക്ലാരിഫിക്കേഷൻ എന്ന നിലയിലാണ് പുള്ളിയുടെ ചാനലിനകത്ത് വന്നിട്ട് ഈ പൊന്നൂസിന് അവിഹിതം എന്നുള്ള രീതിക്ക് തമ്മിൽ ഇട്ടിട്ട് ഈ ഒരു കാര്യം പറഞ്ഞതെന്നാണ് പൊന്നൂസോട് പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, മറ്റുള്ളവര് നമ്മളെ പറ്റി പലതും പറയും. ആ ഒരു പറയുന്നത് നമ്മളും കൂടെ അത് തന്നെ നാട്ടുകാരോട് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ
അത് ഇപ്പം നിങ്ങളുടെ ഈ ഒരു വീഡിയോ ഫസ്റ്റ്, അതായത് ഇപ്പം ജസ്റ്റ് അതിങ്ങനെ ജസ്റ്റ് കണ്ടുപോകണേണ്. യൂട്യൂബിനകത്ത് നിങ്ങളുടെ വീഡിയോ എടുത്തില്ല എന്ന് തന്നെ ഇരിക്കട്ടെ, ജസ്റ്റ് ഇങ്ങനെ കണ്ടുപോകണേന്. കണ്ടുപോകുമ്പോഴത്തേക്കും അവർ പെട്ടെന്ന് കാണുമ്പോൾ പൊന്നൂസിന് അവിഹിതം ഇതാണ് അവർ കാണുന്നത്. നിങ്ങളുടെ ചാനലിൽ കൂടെ, നിങ്ങളുടെ ഒഫീഷ്യൽ ചാനലിൽ കൂടെ അവർ കാണുന്നത് അതാണ്. അപ്പം ഇത് കണ്ടിട്ട് അവരെന്താ മനസ്സിലാക്കേണ്ടത്? ഇത് കണ്ടിട്ട് അവർക്ക് എന്താ മനസ്സിലാക്കേണ്ടത്? ചിലപ്പോൾ അവർ ക്ലിക്ക് ചെയ്തില്ല എന്നിരിക്കട്ടെ, നിങ്ങൾ ഈ ഉദ്ദേശിക്കുന്ന പോലെ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്തില്ല എന്നിരിക്കട്ടെ, അവരുടെ മൈൻഡിൽ വന്നത് എന്താണ്? പൊന്നൂസിന് അവിഹിതം. അതല്ലേ അവരുടെ മൈൻഡിൽ വന്നത്. നിങ്ങൾ പോലും നിങ്ങളുടെ ഭാര്യനെ, അതായത് അല്ലെങ്കിൽ നിങ്ങൾ തന്നെ അറിഞ്ഞിട്ട്, അതായത് പൊന്നൂസും കൂടെ അറിഞ്ഞിട്ടാണ് ഈ പരിപാടിയെങ്കിൽ എന്ത് പറയാനേ, അതൊക്കെ സ്വന്തം അവിഹിതം എന്നൊക്കെ പറഞ്ഞിട്ട് മനസ്സിലാവുള്ള. സ്വന്തം വീട്ടിലുള്ള ഒരാളെ പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞ് വ്യൂസ് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു അത്രയും ഉളുപ്പില്ലാത്ത വ്യൂസിൻ്റെയൊക്കെ ആവശ്യമുണ്ട് ഈ മനസ്സിലാവുള്ള. പിന്നെ പൊന്നൂസ് പറയുന്നുണ്ട് ഇതിന് ക്ലാരിഫിക്കേഷൻ ആണ് ഉള്ളിനകത്തുള്ളതെന്ന്. ഇത് എത്ര പേര് ഇപ്പൊ ഉറപ്പായിട്ടും കുറെ പേര് തുറന്ന് കണ്ടിട്ടുണ്ടാവും ഈ പൊന്നൂസിന് അവിഹിതം എന്നൊക്കെ പറഞ്ഞ് കണ്ടുമ്പോൾ കുറെ പേര് കാണും. പക്ഷെ എന്നാലും അങ്ങനെ കണ്ടിട്ട് കിട്ടുന്ന വ്യൂസ്, അതായത് ക്ലാരിഫിക്കേഷൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എത്രയോ മാർഗങ്ങളുണ്ട്. അപ്പൊ നമുക്ക് ബാക്കിയുണ്ടോ എന്താ പറയുക? ഞാൻ പറയട്ടെ, ഇപ്പൊ നിങ്ങൾ ഇത്രയും പ്രശ്നങ്ങളും കാര്യങ്ങളും നിങ്ങളുടെ യൂട്യൂബിലൂടെ അറിയിക്കുകയാണ്, നിങ്ങൾക്ക് മക്കളുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് റോൾ മോഡലായിട്ട് നിങ്ങളുടെ മക്കള്, നിങ്ങളൊരു ഒബ്വിയസ്ലി മക്കള് വലുതാവുമ്പോ എന്റെ അച്ഛനമ്മ എന്റെ ഇൻസ്പിറേഷൻ ആണ്, എന്റെ റോൾ മോഡലാണ് എന്ന് പറയേണ്ട സ്ഥാനത്ത് നിങ്ങൾ ഈ കാണിക്കുന്നതൊക്കെ അവരെ ഇൻസ്പയർ ചെയ്യുന്ന കാര്യമാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്? വളരെ നല്ല ചോദ്യമാണ് അത്. കാര്യം മക്കളുടെ കാര്യം, നമ്മൾ ഈ ഒരു ഫാമിലി വ്ളോഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ഉറപ്പായിട്ട് ഇവർ രണ്ടുപേരും മാത്രമല്ല അതിനകത്തുള്ളൂ, ഇവരുടെ മക്കളും ഇവരുടെ എല്ലാവരും അതിനകത്ത് എല്ലാവരുടെയും ഫേസ് തന്നെയാണ്. മെയിനായിട്ട് മക്കളുടെ ഫേസ് അതിനകത്ത് തന്നെയാണ്. ഇപ്പം എനിക്ക് ഈ ഫാമിലി വ്ളോഗുകളോട് എനിക്കൊരു എതിർപ്പ് തോന്നാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മുടെ വീട്ടുകാരുടെ പ്രൈവസി പോകണതാണ്. വീട്ടുകാരുടെ ഇപ്പോൾ ഈ മക്കൾക്കൊക്കെ അവർക്ക്, അതായത് അവരുടെ ഒരു പ്രായപൂർത്തിയാവുന്നത് അല്ലെങ്കിൽ അവർക്കൊരു ചിന്തിക്കാൻ പ്രായമാവുന്ന വരെ അവരുടെ ഫേസൊക്കെ ഈ യൂട്യൂബ് വീഡിയോസിനകത്ത് കാണിക്കാണ്ടിരിക്കുന്നത് നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എൻ്റെ ഒരു അഭിപ്രായം മാത്രമേ അത്. അപ്പോൾ ഇതിങ്ങനെ കാണിക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇവരിത് കാണിക്കുമ്പോഴത്തേക്കും വിഷയമെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ആദ്യമൊക്കെ ചിലപ്പോൾ മക്കൾക്ക് വിഷയമൊന്നും ഉണ്ടാവില്ല. പിന്നെ വളർന്ന് വലുതായി കഴിയുമ്പോഴത്തേക്കും ഇവരിങ്ങനെ ഇത് കണ്ടു നോക്കണേ, എൻ്റെ അച്ഛനെ എൻ്റെ അമ്മേനെ പറ്റിയിട്ട് അമ്മയ്ക്ക് അവിഹിതം എന്നുള്ള രീതിക്കാണ് അച്ഛനെ ഇട്ടത്. അപ്പോൾ ഇവിടെ ആങ്കർ ചോദിക്കുന്നുണ്ട് എന്ത് റോൾ മോഡലാണ് നിങ്ങൾ ആവാൻ ശ്രമിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് കറക്റ്റ് കാര്യമല്ലേ? അതായത് മക്കൾ നോക്കുമ്പോഴത്തേക്കും അച്ഛൻ അവിഹിതം എന്നൊക്കെ പറഞ്ഞിട്ടാണ് വ്യൂസ്. അപ്പോൾ അവർക്ക് അതിന് എന്തോരം ഇപ്പൊ ബാക്കിയുള്ള ഫ്രണ്ട്സിൽ നിന്നൊക്കെ എന്തോരം ബുള്ളിങ് ഒക്കെ അനുഭവിക്കേണ്ടി വരും ഈ ഒരു കേസും പറഞ്ഞിട്ട്. അപ്പോൾ എന്താണോ അതിനകത്ത് അവർക്ക് പറയാനുള്ളതെന്നും എനിക്കറിയില്ല. നമുക്കൊന്ന് കണ്ടുപോകും. ഞാൻ ഏട്ടനോട് പറയുന്ന കാര്യമാണ്, നമ്മൾ എന്ത് ചെയ്യും, കുറച്ചുകൂടി വലിയൊക്കെ നമ്മുടെ വീഡിയോസ് നമുക്ക് പ്രൈവറ്റ് ആക്കാം, പക്ഷെ മറ്റു വീഡിയോസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും ഏട്ടാകുമ്പോൾ ഏട്ടൻ പറയും ഈ സമയം കടന്നു പോകും. നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണിക്കാൻ ഏത് വർഷത്തെ നമുക്ക് ഏത് വർഷം വേണമെങ്കിലും കാണാം. അപ്പം ഈ മക്കൾക്ക് എന്ത് മെസ്സേജ് ആണ് ആസ് എ പാരന്റ്സ് നിങ്ങൾ? ഇപ്പൊ ഞങ്ങൾ ഇത്രയും 4 വർഷമായിട്ട് ഞങ്ങൾക്ക് അവർക്ക് പ്രത്യേകിച്ച് ഒരു മെസ്സേജ് ഞങ്ങൾക്ക് കൊടുക്കാൻ കഴിയില്ല. ഇനി എവിടെ നിന്ന് അങ്ങോട്ട് വേണം എന്തെങ്കിലുമൊക്കെ അവർക്ക് മനസ്സിലാക്കണം. ഇപ്പോഴാണ് ഞങ്ങളുടെ ഈ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു ശേഷമാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് അവർക്ക് ടൈം സ്പെൻഡ് ചെയ്യുന്നതും ഞങ്ങളൊക്കെ ഇപ്പോഴാണ് ഞങ്ങൾ ശരിക്കും ഇത്രയും കാലം അവരെ ആക്ച്വലി നിങ്ങളുടെ പ്രശ്നത്തിനിടയിൽ അവരെ നിങ്ങൾ ഇതാക്കിയിട്ടില്ല. ഞാനിപ്പോൾ ചെറിയ പ്രശ്നം ഉണ്ടാകുമ്പോൾ തന്നെ അത് ഒരിക്കലും കുട്ടികളെ മുന്നിൽ ചെയ്യില്ല. സോഷ്യൽ മീഡിയയിൽ ഒരു സാധനം ഇട്ട് കഴിഞ്ഞാൽ അത് ഒരിക്കലും പോകില്ല. എത്ര വർഷം കഴിഞ്ഞിട്ടാണെങ്കിൽ ഇത് കറങ്ങി തിരിഞ്ഞ് ഇങ്ങനെ അങ്ങോട്ട് വരും. അത് ഒരു ഉള്ള കാര്യമാണ്. ഇപ്പം ആങ്കർ അത് പറഞ്ഞു കൊടുക്കുന്നത് കറക്റ്റ് കാര്യമാണ്. അപ്പോൾ ഇവിടെ ഇവർ പറയുന്നുണ്ട് ഞങ്ങൾ ഇത്ര നാൾ വീഡിയോ ഇട്ടിട്ട് ഞങ്ങൾ മക്കൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് മെസ്സേജ് ഒന്നും കൊടുത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നും അങ്ങനെ മെസ്സേജ് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ള ലൈനിലാണ് അവർ പറയുന്നത്. പക്ഷേ ഇത്ര നാൾ നിങ്ങൾ വീഡിയോ ഇട്ടപ്പോഴും അവർക്ക് അങ്ങനെ ഭയങ്കര രീതിക്ക് ഒരു ഉപദ്രവമായിട്ട് തോന്നിയിട്ടില്ല. ഞാൻ ഈ പറയുന്നത് ഫുൾ എൻ്റെ ഒരു ഒപ്പീനിയനാണ്. അപ്പോൾ അവർക്കൊരു ഉപദ്രവമായിട്ട് തോന്നിയിട്ടുണ്ടാവില്ല. പക്ഷേ ഇങ്ങനെ നിങ്ങൾ ചെയ്തത്, അതായത് ഈ ഒരു പൊന്നൂസിനെ കാണാനില്ല, ഡിവോഴ്സ് ആവുമോ, അങ്ങനത്തെ രീതിക്കൊക്കെ വരുമ്പോഴത്തേക്കും ഇത് അവർക്ക് അറിഞ്ഞോ അറിയാതെ നിങ്ങൾ അവരെ യൂസ് ചെയ്യണതാണ്. ഒരു കാര്യം അവരുടെ ഫേസ് വെച്ചിട്ട് അവരുടെ ഒരു ഇമോഷൻ വെച്ചിട്ടൊക്കെ നിങ്ങൾ അവിടെ പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണേ, വ്യൂസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണേ. അപ്പം നിങ്ങൾ ഇവിടെ അവരെ ഒരു ഇൻഡയറക്റ്റ്ലി നിങ്ങൾ അവരെ ഉപദ്രവിക്കുക കൊണ്ടാണ് ചെയ്യുന്നത്. കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും അവരുടെ ഫ്രണ്ട്സിൽ നിന്ന് അനുഭവിക്കേണ്ട കാര്യങ്ങളും ഈ ഒരു ഇൻസിഡൻറ്റ് കൊണ്ട് നിങ്ങൾ ചിലപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഈ വീഡിയോസ് വല്ലതും അങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ ഇടുന്ന വീഡിയോസൊക്കെ ഇട്ടുന്ന് വരാം. പക്ഷേ ഇതെടുത്ത് വെച്ച് റിയാക്ട് ചെയ്യണ വേറെ പല ചാനലുകളും, അതായത് എന്നെ പോലത്തെ ഇപ്പോൾ കുറേ ചാനലുകളും ഇഷ്ടം പോലെ ഉണ്ട്. റിയാക്ട് ചെയ്യുന്ന ചാനലുകൾ മാത്രമല്ല, ഇത് പല പല ക്ലിപ്പുകളായിട്ട് പല പല സ്ഥലത്ത് കിടപ്പുണ്ട്. അപ്പോൾ ഇത് എങ്ങനെ പോയാലും ഇത് വഴിയെ ഇത് കറങ്ങി തിരിഞ്ഞ് വരും. ഈ കർമ്മ എന്ന് പറയുന്ന ഒരു സാധനമില്ലേ, നമ്മൾ എന്തെങ്കിലും ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ അത് പോവില്ല, അത് പിന്നെയും കറങ്ങി തരുന്ന നമ്മൾ ചെയ്ത് കറങ്ങി നമ്മുടെ തലയിൽ തന്നെ വരും. അതാണ് അതിൻ്റെ ഒരു ഇത്. അപ്പോൾ ഇപ്പം ഈ ഒരു വീഡിയോ, ഈ ഒരു ഇൻ്റർവ്യൂവിനകത്ത് ഈ ആങ്കർ ചോദിച്ച കുറച്ച് ചോദ്യങ്ങളാണ് എനിക്കിതിനകത്ത് വാലിഡ് ആയിട്ട് തോന്നിയേക്കുന്നത്. അല്ലാതെ ഇവർ പറയുന്ന ഫുള്ള് ഒരു മൊട്ടാപ്പൊക്കെ ന്യായങ്ങളായിട്ട് തോന്നിയിട്ടുണ്ട്. ഇവർ പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ശരി, അതായത് ഈ നെഗറ്റീവായിട്ടുള്ള തമ്മിലിട്ടാൽ വ്യൂസ് കയറും. അതിപ്പോൾ യൂട്യൂബിനകത്ത് വീഡിയോ ഇടുന്ന ഏതൊരാൾക്കും അറിയാവുന്ന കാര്യമാണ്. നെഗറ്റീവായിട്ടുള്ള ഇതിട്ട് വ്യൂസ് കയറും. യൂട്യൂബിനകത്ത് വീഡിയോ മാത്രമല്ല
ഭൂരിഭാഗം പേർക്ക് അറിയാവുന്നൊരു കാര്യമായിരിക്കും അത്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് ഇമാതിരി നെഗറ്റിവിറ്റിയൊക്കെ സ്പ്രെഡ് ചെയ്തിട്ട് വ്യൂസ് ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊരുമാതിരി ദഹിക്കാത്ത വ്യൂസും പൈസയായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇത്ര തന്നെ ഈ വീഡിയോനകത്ത് പറയാനുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ടാറ്റ ബൈ ബൈ, സീ യു.